ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ബൈ GBU മാമേ ഗോഡ് ബ്ലസ് യു പ്ലാസ്റ്റ്. അപ്പോൾ അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഗുഡ് ബാഡകളിയിലെ സെക്കൻഡ് സിംഗിൾ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 8 ലക്ഷം വ്യൂസും കടന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 16 പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുഡ് ബാഡകളി സെക്കൻഡ് സിംഗിൾ എന്നത്. അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് അണിയർ പ്രവർത്തകർ സിംഗിൾ പുറത്തുവിട്ടത്. ഇത് പാടിയിരിക്കുന്നത് അനിരുദ്ധാണ്. അതോടൊപ്പം ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ GV പ്രകാശാണ്. GV പ്രകാശ് മ്യൂസിക് ഡയറക്ടറും അനിരുദ്ധ് പാടിയിരിക്കുന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം നല്ലൊരു വൈബ് സോങ്ങാണിത്. ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ വളരെ ഒരു എനർജറ്റിക് ഒരു വൈബ് സാധനം. പ്രത്യേകിച്ച് ഈ തമിഴിലെ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അടിക്കുക, അല്ലെങ്കിൽ ലോക്കൽ എന്നൊക്കെ പറയും, ആ ഒരു സ്റ്റൈലൊരു പാട്ട്. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആലിമ ഡോലിമയുടെ 2025 വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആലിമ ഡോലിമ പാടിയതും മ്യൂസിക് ഡയറക്ടറും ഒരാൾ തന്നെയായിരുന്നു, അനിരുദ്ധ് തന്നെയായിരുന്നു. ആ അനിരുദ്ധ് തന്നെയാണ് ഇതിൽ പാടിയിരിക്കുന്നത്. അതോടൊപ്പം GV പ്രകാശിൻ്റെ മ്യൂസിക്കും കൂടെ ആയപ്പോഴേക്കും നല്ല ഒരു എന്താ പറയുന്നത്, നല്ലൊരു ബ്ലാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഗുംസോംസ് ഒരു ഉളവാക്കുന്ന ലിറിക്സും കാര്യങ്ങളുമൊക്കെ. എൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ലോകേഷാണ്. എൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് കല്യാണാണ്. ഒരു ജയിൽ സംഭവം, അല്ലെങ്കിൽ ഒരു ജയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സോങ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്കിത് വിഷ്വൽസൊക്കെ കാണുവാനായിട്ട് സാധിച്ചത്. നല്ല എന്താ പറയുന്നത്, സ്മാർട്ടായിട്ട് അജിത്തിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറേ സ്റ്റെപ്പുകളും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം പഴയ പാട്ടുകളുടെ റെഫറൻസ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു. ആലിമ ഡോലിമ ആയിക്കോട്ടെ, വിശ്വാസത്തിനകത്ത് അടിച്ചു തൂക്കായിക്കോട്ടെ, എല്ലാം. പിന്നെ ഇതിൻ്റെ അവസാനം നല്ലൊരു തെർഫിക് ഡാൻസ് മൂവ്മെൻറ്റിലൂടെയാണ് ഇതിൻ്റെ വീഡിയോ എൻഡ് ചെയ്തിരിക്കുന്നത്. അതും വളരെ ഇതായിട്ട് തോന്നി. ഏതായാലും ഗുഡ് ബാഡകളി ഓരോ അപ്ഡേറ്റും ഇങ്ങനെ തെറിക്കുകയാണെന്ന് പറയാം. കാരണം ഒരു ഫാൻ ബോയ് സംഭവമാണ്. ആദിത്യ രവിചന്ദ്രനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്, അജിത്തിൻ്റെ ഫാന്. ഏതായാലും ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് സിംഗിൾ തന്നെ OG സംഭവം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അടുത്ത സംഭവം ഓരോ പാട്ടും ഇങ്ങനെ ഓരോ ഫാൻസിന് വേണ്ടിയുള്ള ട്രീറ്റായിട്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇതും ഫാൻസിന് ഒരു ട്രീറ്റായിട്ടാണ്. ഉറപ്പായിട്ടും ഇതൊക്കെ തിയേറ്ററിൽ നല്ല ബ്ലാസ്റ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജിത്ത് ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഈ പാട്ടിലെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇതിൽ ഇടയ്ക്ക് ലിറിക്സിൽ തലേന്ന് വിളിക്കാനായിട്ട് വരുമ്പോഴേക്കും അജിത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വേണ്ട എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഇതായിട്ട് തോന്നി. വളരെയധികം ഒരു പ്രത്യേകത തോന്നിയത് കണ്ടപ്പോൾ. ഏതായാലും വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പാട്ട് കൊടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആലിമ ഡോലിമയുടെ 2025 വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പാട്ട് കണ്ടപ്പോൾ. അനിരുദ്ധാണ് ഇത് ആലപിച്ചിരിക്കുന്നതും. സൗണ്ടേത്ത് മാമ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വൈവേത്ത് മാമ, സൗണ്ടേത്ത് മാമ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കും ഒരു വൈബാണ് കിട്ടുന്നത്. ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദിത്യ രവിചന്ദ്രൻ്റെ ഫാൻ ബോയ് സംഭവം ഏപ്രിൽ 10-ന് തിയേറ്ററിലേക്ക് എത്തും. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാമാണ്. ടേക്ക് കെയർ, ബൈ.